ഹായ് ഗൈസ്, ഫിഷിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ജെമ്മ് കിട്ടില്ല എന്നൊരു വരാല് കേട്ടാ. കണ്ട സാധനം തലയുടെ മുഴുപ്പ് നോക്കിയേ. ഒത്തിരി നീളമില്ലെങ്കിലും ഉണ്ടല്ലോ, നല്ല കിട്ടില്ല വണ്ണമുള്ള സാധനം കേട്ടോ. തലയുടെ മുഴുപ്പ് ഇതുണ്ട്. എൻ്റെ ഇത് കൈ ഇങ്ങനെ വെച്ച് കറക്റ്റ് കേട്ടോ. കിട്ടില്ല ഒരു വരാല കേട്ടോ കയറിയേക്കണത്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയെന്നാണ് പിടിച്ചത് കേട്ടോ. കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ രണ്ടുപേരും, ഞാനുണ്ട് കണ്ണപ്പനുണ്ട്. കണ്ണപ്പന് ഞാനും വെള്ളത്തിലായിരുന്നു. കാരണം നമുക്ക് ഫോണ് എടുക്കാനൊന്നും പറ്റിയൊന്നൊരു വെട്ടമായിരുന്നില്ല. അടിപൊളി വരാല കേട്ടോ, സൈസ് വരാല്. നമ്മളെ അടിച്ചേക്കണ കേട്ടോ ജമ്മേൽ, റിയൽ വാരിയറിൻ്റെ ജമ്മ്. കിട്ടില്ല ഫ്രോ കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൈച്ചൂണ്ട ഇടാനായിട്ട് ഇറങ്ങിയൊക്കെ കേട്ടോ. നമ്മൾ റോഡ് റീലൊക്കെ എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യണത് കൈച്ചൂണ്ട ഇടാനാണ്. മണ്ണിരയാണ് തീറ്റയായിട്ട് ഉപയോഗിക്കണത്. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്, അവന്മാർ ഫ്രണ്ടേ അങ്ങ് പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ നിന്നേ ഉള്ളു. ഇപ്പോൾ ഏതായാലും നമുക്ക് മീൻപിടുത്ത കാഴ്ചയിലൊക്കെ അങ്ങ് പോവാം. അപ്പോൾ നമ്മൾ ഇൻട്രോ എടുത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ പയ്യന്തേ ഒരു ചെറിയൊരു അണ്ടികളിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മീനെ കാണിക്കണേ. അതെ, ഇത് മീൻ കൊത്തണുണ്ട്. നമ്മുടെ അർജുണ ഉണ്ട് കേട്ടാ. അർജുണൻ പൊരിക്കാൻ പോയെന്നാ പറഞ്ഞത്. ഇട്ടിട്ടുണ്ട് ചെറിയ അണ്ടികളി കേട്ടാ. എടാ മീനത് അതിനകത്ത് കൊല്ലിയിരിപ്പുണ്ട്, അതിനകത്തൊക്കെ എടുത്ത് സ്രാവ് കൊത്തിയെന്നൊക്കെയാണ് അർജുനൻ പറയണ കേട്ടാ. കണ്ണപ്പാണ്ണൻ ചൂണ്ട എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. രാവിലെ കിട്ടിയ മീനിനെ മാർക്കറ്റിൽ കൊണ്ട് കൊടുത്തിട്ട് വന്നേ ഉള്ളു. ഇതുണ്ട്, നമ്മള് മണ്ണിരയാണ് കേട്ടോ തീറ്റയായിട്ട് ഉപയോഗിക്കണം. പയ്യൻ മണ്ണിര കോർത്തോണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു എക്സ്പീരിയൻസ് വേണം, അല്ലാണ്ട് നമ്മൾ ചുമ്മാ തൊട്ട് കഴിഞ്ഞാൽ പണി പാടും. അത്രേ ഉള്ളു. ഇത് കണ്ട പ്രൊഫഷനല്ല കണ്ടാ. നമ്മള് നേരെ ഹുക്ക് നിറച്ചങ്ങോട്ട് കോർത്ത് വെച്ചിട്ടുണ്ട്. മൂലക്കൊണ്ട് ഇടും. ഇനിയിപ്പോ ചെറുക്കന് മീൻ കിട്ടണ കണ്ടിട്ട് നമുക്കും ചൂണ്ടയിട്ട് നോക്കാം കേട്ടാ. കൊത്തനുണ്ട് കേട്ടോ. ചെറിയ അണ്ടികളി കണ്ടോ, വലുതായിരുന്നെങ്കിൽ ഇപ്പൊ കരക്ക് കയറിയ സാധനം. ഇവിടെ സൈഡിൽ മരം മുറിക്കണുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഒരു സൗണ്ട് കേൾക്കണത്. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, പയ്യന് മീൻ കിട്ടിയിരിക്കുകയാണ്. എല്ലാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിരുന്നു. മീനെ കാണിച്ചു കൊടുത്തടാ. അണ്ടികളിയാണ്, ഒന്നും പറയാനില്ലല്ലേ. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇട്ട് നോക്കാം കേട്ടോ. ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് എന്നാ കിട്ടണമെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ കണ്ണപ്പം വന്നിട്ടുണ്ട്. അർജുനന്റെ അടുത്തതിനെ പിടിച്ചിട്ടുണ്ട്. അടിപൊളിയാ. നമ്മള് ഇട്ടിട്ടുണ്ട്. കൊത്തനുണ്ട് കേട്ടോ, കൊത്തനുണ്ട് കേട്ടോ. അയ്യോടാ, ഇച്ചിരി മുഴുത്തായിരുന്നടാ അത്. പോയടാ. അർജുനന്റെ ഗൗരവത്തോടുള്ള ഇരിപ്പ് കണ്ട. കൊമ്പനൊക്കെ ഏറ്റവും പറഞ്ഞാണ് ഇരിക്കണ കേട്ടാ. മീനുണ്ടോ അതിനകത്ത്? നമ്മളെ പയ്യനെ കൊണ്ട് നമ്മൾ തീറ്റ ഓർപ്പിക്കാം കേട്ടോ. ഫോണ് കൈ പിടിച്ചിട്ട് വീഡിയോ എടുക്കണ കാരണം ഒരു കയ്യിൽ ചൂണ്ടക്കണയും ഒരു കയ്യിൽ ഫോണും പിടിച്ചോണ്ട നിൽക്കണ കേട്ടാ. അതാണ് ചെറുക്കനെ കൊണ്ട് തീറ്റ ഓർക്കണത്. മണ്ണിര അണ്ടികളൊക്കെ പിടിക്കാൻ ബെസ്റ്റ് തീറ്റ കേട്ടോ. തോട്ട് ഏതായാലും വള്ളത്തിയില്ലല്ലോ, നമ്മളിട്ടിട്ടുണ്ട്. കൊത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അർജുന് അടിപൊളി അണ്ടികൾ കിട്ടിയിരിക്കണം കേട്ടോ. കിടില ഒരു അടികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇപ്പം കിട്ടിയതിൽ ഏറ്റവും വലിയ സൈസാണ് കേട്ടോ. നമ്മുടെ അണ്ണനാണ് പിടിച്ചേക്കണേ. നമുക്ക് ഭാഗ്യം ഉണ്ടാവുന്നത് ഈ തീറ്റയിൽ അറിയാം കേട്ടോ. കിട്ടുമായിരിക്കുമല്ലോ. കൊത്തണുണ്ട് കേട്ടോ. ഏറ്റവും വലിയ മീനെ പിടിച്ചോണ്ട് കണ്ണപ്പം വരണ്ടേ. കണ്ണപ്പം മീനെ കാണിച്ചു കൊടുത്താ, കാണിച്ചു കൊടുറാ, പിള്ളേർ കാണട്ടെ. മീനെ ഊരി ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് പീക്കിരി ഉണ്ട് കളി. കുത്തി വലിക്കണുണ്ട് ഗൈസ്. വലിച്ചോണ്ട് പോട്ടെ. എവിടം വരെ പോകും നമുക്ക് നോക്കാം. കൊണ്ടുപോകണോ? ആ കിട്ടി നമുക്ക് കിട്ടി ഗൈസ്, കിട്ടി ഗൈസ്. ഒരു പീക്കിരി സാധനത്തിന് കേട്ടോ കിട്ടിയേക്കണേ. എവിടാ സാധനത്തിനെ കണ്ടോ? കുഞ്ഞണ്ടിയല്ലേ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ കുഞ്ഞാനാ കേട്ടോ. ചെറിയ അണ്ടികൾ കേട്ടോ. കേട്ടോ പീക്കിരി സാധനം. അങ്ങനെ നമ്മൾ റിലീസ് ചെയ്തേക്കാം കേട്ടോ. ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീരെപ്പൊടിയൊന്നും വേണ്ട, കൊമ്പര പിടിക്കാം. അടുത്ത തീറ്റ നമ്മൾ ഇട്ടിട്ടുണ്ട്. അർജുനന് കിട്ടി. കണ്ണപ്പാണം വലുതും പിടിച്ചോണ്ട് വരണ്ടെന്നാണ് പറഞ്ഞത്. അട്ടി ഇതേ മോനെ സൈസ് സാധനം. മീനെ കാണിച്ചു കൊടുക്കടാ. ഇവിടെ കൊണ്ടൊന്ന് കാണിക്കണം പരിപ്പോടെ. വേണ്ട അതെ 2 മീൻ. അർജുനന് കിട്ടിയ മീനിനെ റിലീസ് ചെയ്യാം കേട്ടോ. അത് ചെറുതാട്ടോ. അടിപൊളി സാധനത്തെ കണ്ണപ്പൻ പിന്നെ പൊക്കിയേക്കണം. മീനെ കാണിക്കണ അത് കണ്ണപ്പൻ. കണ്ണപ്പൻ്റെ 3ാമത്തെ വലുത് കേട്ടോ. 3ാമത്തെ വലുതല്ലേടാ. 3ാമത്തെ വലുതിനെ കയറ്റിയേക്ക് കേട്ടോ. നമ്മുടെ ഒന്നും ചൂണ്ട മീനിന് വേണ്ടെന്ന് തോന്നണം. മൈൻഡ് പോലും ചെയ്യണില്ല. നമ്മൾ കൊല്ലി നിറച്ചിട്ടേ പോകുള്ളല്ലോ കണ്ണപ്പാ. അപ്പോൾ നമ്മൾ കണച്ചൂണ്ട മാറ്റിയിട്ട് നമ്മുടെ സ്റ്റിക്കയിലേക്ക് കൊളുത്ത് കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കിളുന്താണ്. ഓക്കെ ഏതായാലും ഇട്ടേക്കാം. നല്ല രീതിക്ക് ചെറുത് കിടന്ന് മറിയണുണ്ട് കേട്ടോ. കൊത്തറ ഇപ്പൊ നമ്മള് കൊമ്പനെ കയറ്റാൻ പോയ ഗൈസ്. കണ്ണപ്പനെ ഏറ്റവും വലിയ കൊമ്പനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് അർജുൻ പൊക്കി. റിലീസ് ചെയ്തേക്കടാ. അനന്തോ റിലീസ് ചെയ്യാൻ പോയണേ. അവിടെ അർജുൻ അണ്ണനും റിലീസ് ചെയ്തെന്നാണ് പറയണത്. നമുക്ക് റിലീസ് ചെയ്യാൻ പോലും ഒരെണ്ണം കിട്ടണില്ലല്ലോ ഗൈസ്. നമുക്ക് കിട്ടിയ മീനൊക്കെ നമ്മൾ വലക്കാത്തിട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. കൊത്തിയിട്ടുണ്ട്. ഇതാ കിട്ടിയിരിക്കുകയാണ് ചെറുത് പീക്കിരി സാധനം കേട്ടോ. പക്ഷെ ഇവനെ നമുക്ക് റിലീസ് ചെയ്തിട്ട് കാര്യമില്ല. സാധനം ഡെഡാവും. കൊടുത്ത് നല്ല രീതിക്ക് കേട്ടിട്ടുണ്ട്. അത് ഊരിക്കടാ. കണ്ണപ്പാണനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ മീൻ കിട്ടിയ അതേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ്. ചൂണ്ട ഉടക്കി തെങ്ങ കയറ്റി വെച്ചിട്ടുണ്ട്. തെങ്ങ് വലിച്ച് പറിക്കുന്നു. കൈ കീറായിരുന്നു. ബ്രൈഡാ കേട്ടോ. നമ്മളടുത്ത് തീറ്റ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്പോട്ട് മാറിയത് ഞങ്ങൾ വേറെ അടുത്തൊരു സ്പോട്ടിൽ വന്നേക്കട്ടെ. ഇത് മൊത്തം കണ്ട, മൊത്തം കാട് പിടിച്ചിറക്കി. ഇത് കണ്ട ഈ തോട്ടിലാണ് കേട്ടോ നമ്മൾ ഇടണത്. ഇവിടെ ഇട്ട് പറഞ്ഞാൽ കിട്ടി കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഇല്ല അവിടെ നിൽപ്പുണ്ട്. നമുക്കല്ല ഇട്ട് നോക്കാം. നമുക്കത് ഈ പായലിൻ്റെ സൈഡിൽ ചേർത്തിടാം. ഇവിടെ നല്ല രീതിയിൽ വെട്ടമുണ്ട് കിടന്ന്. തവള ഇരിക്കണം നോക്കി. നമ്മൾ ചൂണ്ടിട്ടുണ്ട്. നേരെ പൊക്കത്തിനൊരു തവള ഇരിപ്പുണ്ട് കേട്ടോ. കൊത്തി ഗൈസ്. കൊത്തി ഓ കിട്ടിയോ മീനുണ്ടോ ഇതിനകത്ത്?
ഗൈസ് നീ ഇത് പിടിച്ചേ, വീഡിയോ എടുത്തേ. ക്യാമറ പിടിക്കല്ലേ ഇവിടുന്ന് കൈ മാറ്റണം. ഇവിടാണ് ക്യാമറ. ഗൈസ് അങ്ങനെ ഞങ്ങൾക്കൊരു കൊമ്പനൊക്കെ ഇട്ടിരിക്കുകയാണ്. ഈ കൊമ്പൻ്റെ അകത്ത് ഒരു കുഞ്ഞവൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാണിച്ചു ഇത് കണ്ട, അവൻ നേരെ കൊത്തിയിട്ട് വലിച്ചുകൊണ്ട് ഈ കൊലഞ്ഞിൻ്റെ അകത്തായിട്ട് കൊണ്ട് കയറ്റി കേട്ടോ. ഇങ്ങനെയുള്ള ഊരി എടുക്കണമെന്ന് തെലുമൊഴിയൊക്കെ കയറി വന്നേക്കണം. ഗൈസ് ഞങ്ങളപ്പോൾ അതെ ഒരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിൽ പോകുന്നു, അടുത്ത സ്പോട്ടിൽ നിന്ന് വേറെ സ്പോട്ടിലേക്ക് പോകുന്നു. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വേറെ 2 സ്ഥലത്ത് ചെന്ന് അവിടെ മൊത്തം കിടക്കണം. കുഞ്ഞണ്ടികളിയ എന്ന് പറഞ്ഞാൽ തീരെ പൊടി സാധനമാണ്. കാരണം നമ്മുടെ ആദ്യമായിട്ട് സ്പോട്ടിലേക്ക് തന്നെ പിന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേർ ആക്ഷനൊക്കെ കാണിച്ച് കുറേ കിടപ്പുണ്ട്. കണ്ണപ്പം ഫ്രണ്ടേ പോയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചു കൊടുത്താൽ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഫുള്ളായിട്ട് മീനിനെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ് കണ്ട 3 ചൂണ്ട. ഇത് കണ്ട ഞാൻ ചൂണ്ട നിലത്ത് പൊട്ടിക്കടില്ല. ഇവിടെ മേളി വന്ന് കൊത്തടാ, കുഞ്ഞണ്ടികളിയാണ് കിടക്കടാ. നിലത്ത് വേറെ വെള്ളത്തിലായിട്ട് മുട്ടിച്ചു പോലും ഇല്ല, അതിനു മുമ്പേ കൊത്തുക. തീരെ പൊടി അണ്ടികളി കേട്ടോ. കൊത്തുണ്ട് കൊത്ത് വലിച്ചോണ്ടിരിക്കുക. നല്ല രസമാണ് കേട്ടോ പിടിച്ചോണ്ടിരിക്കുക. ബാബോ ഞങ്ങളങ്ങനെ സ്പോട്ട് വീണ്ടും മാറി കളിക്കുകയാണ്. കൊത്തി അവൻ്റെ കൊത്ത് കാണുമ്പോൾ കൊമ്പനാന്ന് വിചാരിക്കും. അയ്യോ ഞാനോടത്ത് കൊമ്പനാന്ന്. ഇതാ കൊമ്പനൊക്കെ ഇട്ടിരിക്കുകയാണ്, പ്ലാസ്റ്റിക് കവറ്. ഗായ്സ് അപ്പോൾ നമ്മളത് ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്ന കാരണം പരിപാടിയൊക്കെ നിർത്തി കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്. രാവിലെ കാസ്റ്റ് ചെയ്യാനൊക്കെ പോയി, അത് കഴിഞ്ഞിട്ട് നേരെ കഴിച്ചുകൊണ്ടിടാൻ പോയത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ ഏതായാലും അവസാനിപ്പിക്കാം. അതിന് മുമ്പ് നമുക്ക് കിട്ടിയ മീനിനെ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. ഗായ്സ് അപ്പോൾ ഇത് കണ്ടോ, ഇത്ര മീൻ നമുക്ക് കിട്ടിയാൽ കേട്ടോ. അണ്ടികളെ കേട്ടോ മൊത്തം കിട്ടിയേക്കണത്. രാവിലെ ഒരു വരാലിനും കിട്ടി, ഇപ്പോൾ ഇത്ര വണ്ടികളെയും കിട്ടി കേട്ടോ. വലയിൽ അതിൻ്റെ ഒട്ടക്കിയിരിക്കുക കേട്ടോ. നമ്മൾ നിലത്തിട്ട് കാണിക്കാത്തതിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിലത്തിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തത്തി പോകും. നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ ഓടി അടക്കേണ്ടി വരും. അത് കാരണമാണ് നമ്മൾ നിലത്തിട്ട് കാണിക്കാത്തത്. ആവശ്യത്തിന് കുറച്ച് മീൻ കിട്ടി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. നമ്മുടെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, കഴിച്ചുകൊണ്ടിടാൻ പോയ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.